വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഭയങ്കര ഹറി ബറി ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഹാപ്പിനെസ് കൂട്ടാൻ വേണ്ടി അച്ഛൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മളൊരു കുഞ്ഞു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 100-150 ആൾക്കാരെ വെച്ചിട്ട് കുഞ്ഞു പരിപാടി. സോ ഇതിൽ എന്താ പറയുക കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ നാട്ടുകാരൊക്കെ ആയിട്ട് ഒരു ചെറിയ ഫംഗ്ഷനാണ്. രാത്രിയാണ് കേട്ടോ. 6 മണി മുതൽ നമ്മളൊരു 8 മണി വരെയുള്ള ഒരു പ്ലാനിലാണ് പാർട്ടി വെച്ചിട്ടുള്ളത്. സോ ഞാൻ രാവിലെ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചത്, പക്ഷേ കുറേ പണിയുടെ ഇടയിൽ ഞാൻ മറന്നുപോയി. പിന്നെ ഇപ്പോൾ കുറേ പണികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പരിപാടി മാത്രം വ്ളോഗായിട്ട് ഇടാമെന്നുള്ളത്. സോ എന്താ പറയുക അടിയിലായിരുന്നു ഇത്രയും നേരം ഞാൻ ഫുൾ പണിയിലായിരുന്നു. ഇപ്പം ഞാൻ വേഗം ഓടി മൂളിക്ക് വന്നതാണ്. കാരണം അടിയിൽ ഫുൾ ഒച്ചയാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക കുറേ പണി അവിടെ പുറത്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വീട്ടിലും കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട്. സോ കുറേ ഒച്ച ഉണ്ടാവുമെന്ന് വെച്ചാൽ മുകളിൽ വന്ന് വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കോലം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഞാൻ നന്നായി ടയർഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5:30 ആ സമയം 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ആ ഒരു സമയമാകുമ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുള്ള് മേക്കപ്പ് ഒക്കെ ഇട്ടെങ്കിൽ ഒന്ന് സെറ്റ് ആവണം. അപ്പം എന്താ പറയുക ഇപ്പോൾ കിട്ടിയ സമയത്ത് ഞാനൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കെൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ള 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുള്ളൂ. സ്വാതിശ്രീ ഉണ്ട്, അതേപോലെ തന്നെ ഐഷു ഉണ്ട്. ബാക്കി ആരും എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളൊരു കുഞ്ഞ് ഫംഗ്ഷനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ആയതുകൊണ്ട് അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എനിക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാലും എന്താ പറയുക അപ്പോൾ നമ്മൾ ഉള്ള പരിപാടി അടിപൊളിയാക്കാൻ വേണ്ടി പോവാണ്. അധികം ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ബാക്കി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ വ്ളോഗ് എടുക്കും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക പണികൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇവർ വരുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്കിന് വേണ്ടി നമ്മുടെ ഇവിടെ തന്നെ മാങ്ങയാണ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളൊരു മാംഗോ കൊണ്ട് ഒരു സ്ക്വാഷ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചതാണ്. അതിൽ വെജ് മാത്രം നമ്മളിവിടെ ഉണ്ടാക്കാൻ. സോ അതിവിടെ ബാക്കിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പന്തലും ലൈക്ക് അങ്ങനത്തെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളും കുറച്ച് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് ഓടി നടന്ന് ചെയ്യാണ്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വ്ളോഗിൽ കാണാൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് കഴിഞ്ഞ് ലാസ്റ്റ് ഇതിൽ ഞാനൊരു എന്താ പറയുക വീഡിയോ എടുത്തിട്ട് ഞാനിതിലിടാം. അപ്പം പരിപാടി കണ്ടാലോ. അതേ നമ്മൾ റൂമിൽ ഇങ്ങനെ ഡെക്കറേഷനുള്ള ബലൂൺസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇതിങ്ങനെ എന്താ പറയുക വെക്കുന്ന ആ ഒരു ആർക്ക് പോലെ വെക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഓരോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഹായ് വരി ഹായ്. അവിടെ ദേ പണിയെടുക്കുന്നു. ലൈറ്റ് എവിടെ? ലൈറ്റ് ബർത്ത്ഡേ എഴുതിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ബാക്കിയുടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വെക്കും. ഞാൻ മൊത്തം ഫുൾ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുങ്ങി അമ്മുത. ഓക്കെ ഗൈസ്, ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ ലുക്ക്. എന്നാൽ ഫൈനലി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. 6 മണിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ കുറച്ച് വൈകിട്ട് 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഒരു പാട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അമ്മയുടെ 2ാമത്തെ സിസ്റ്ററിൻ്റെ മോളാണ്. ചേച്ചി നന്നായിട്ട് പാടും. അങ്ങനെ ചേച്ചീൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയി. ചേച്ചീൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളതിൽ ഹാപ്പി റിട്ടയർമെൻറ്റും ബർത്ത്ഡേ ഒക്കെ എഴുതിയിട്ട് നമ്മളൊരു കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് അച്ഛൻ്റെ ചുറ്റും ഞങ്ങളും ഫാമിലിയും എല്ലാവരും നിന്നിട്ട് അച്ഛൻ കേക്ക് കട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും അച്ഛനും ഓരോ പീസ് വെച്ചൊക്കെ കൊടുത്തു. അപ്പോഴേക്കും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്കൊക്കെ നമ്മൾ ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കേക്ക് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഓരോരുത്തരും അച്ഛന് ഗിഫ്റ്റും പിന്നെ അതുപോലെ തന്നെ പൊന്നാടിയൊക്കെ അണിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആക്ച്വലി നമ്മൾ ഗിഫ്റ്റ്സ് ഒന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ. ഈ റിട്ടയർമെൻ്റ് ആയിരുന്നു നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നത്. പിന്നെ അതിൽ ബർത്ത്ഡേ കൂടി വന്നതുകൊണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും നാട്ടുകാരും കുറേ പേര് അച്ഛന് ഗിഫ്റ്റും പൊന്നാടയൊക്കെ അണിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും എനിക്ക് വ്ളോഗ്സിന് വേണ്ടിയിട്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ വരുന്ന സമയത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഐഷു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആമയും പിന്നെ അവളുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അമ്മേൻ്റെ ഗ്യാങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ സംസാരിക്കാനും പാട്ട് പാടാനൊക്കെ തുടങ്ങി കേട്ടോ. അച്ഛൻ്റെ ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ ആയിട്ടുള്ള കുറേ പേര് വന്നിട്ട് അച്ഛനെക്കുറിച്ച് സംസാരിക്കുകയും പിന്നെ അച്ഛന് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്തു കേട്ടോ. അതേപോലെ കവിതയൊക്കെ ഉണ്ടാക്കി പാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ്. പിന്നെ ഒരു കാര്യത്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ മൈക്ക് കിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ ആരും വീട്ടിൽ അത്ര പാടാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ആസ്വദിക്കുന്ന ആൾക്കാരുമാണ് കേട്ടോ. ആക്ച്വലി ഇവരുടെയൊക്കെ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം പാട്ടും സംസാരവും കവിതയും ഒക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും പാടിയിട്ടുണ്ടായിരുന്നു. ഹായ് നമ്മളൊരു 2 hours പ്ലാൻ ചെയ്ത്, അതായത് 6 to 8 പ്ലാൻ ചെയ്ത പ്രോഗ്രാം ഒരു 10 വരെയൊക്കെ നീണ്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു, ഓരോരുത്തർ വന്ന് പാടുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാനതിൽ 2 പേരുടെ, അതായത് സ്വാതിശ്രീൻ്റെയും ആരംഭീഷിൻ്റെയും പാട്ട് മാത്രമേ മ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം അവരുടെ പാട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അതിന് മുമ്പ് അവരുടെ പാട്ടിൻ്റെ വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എന്നാലും ഞാൻ ആ 2 പാട്ടാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ്റെ പാട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ പോകാൻ തുടങ്ങി കേട്ടോ. ഹായ് ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി നമ്മുടെ പരിപാടി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനൊരു ലാസ്റ്റ് ബാക്കി ഞാൻ എന്താ പറയുക, ഫുൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പോയിട്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീഡിയോയിൽ ലാസ്റ്റ് ഇത് പറയാട്ടോ. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെ കുറച്ച് ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ചപ്പാത്തി, കുറുമ, അതുപോലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറി, പിന്നെ സാലഡ്, അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് പേർക്ക് ഇവിടെ അടുത്തുള്ള കുറച്ച് പേർക്ക് കൊടുത്തു. പിന്നെ ബാക്കി നമ്മൾ നാളേക്കൊക്കെ എടുത്തു വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്തു. അതേ ഞാൻ ഗിഫ്റ്റ് പൊട്ടിക്കാനിരുന്നു കേട്ടോ. ഗിഫ്റ്റാണ്, സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. പിറന്നാൾ കഴിഞ്ഞാൽ രാത്രി അൺബോക്സിങ് അച്ഛനെ കൂട്ടിയിട്ടില്ല. ഈ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം വീട്ടിൽ പിന്നെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പുതിയ ഷർട്ട്സ് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാൽ തന്നെ അച്ഛന് ഷർട്ടൊന്നും എടുക്കാതെ അച്ഛൻ ഇങ്ങോട്ട് പോരും. പിന്നെ എപ്പോഴെങ്കിലും അച്ഛന് ഇഷ്ടപ്പെട്ട തുണിയൊക്കെ അച്ഛൻ പോയി എടുത്ത് അത് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അച്ഛന് ഷർട്ട്സ് ഒക്കെ എടുക്കാറ്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ നല്ല നല്ല കളേഴ്സ് അതുപോലെ തന്നെ പ്രിന്റുകളൊക്കെ നോക്കി വാങ്ങാൻ തുടങ്ങി. പിന്നെ അമ്മേൻ്റെ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ട്സ്, പിന്നെ ഓരോ പരിപാടിക്ക് ഷർട്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് അമ്മുജീച്ചി ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഷർട്ട് കളക്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ഇതിൽ നിന്ന് ഓരോ ഗിഫ്റ്റ് എടുക്കുന്ന സമയത്തും അച്ഛന് ഇല്ലാത്ത കളേഴ്സ് അല്ലെങ്കിൽ റെയർ കളേഴ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാനിങ്ങനെ കോമഡിക്ക് പറയുന്നുണ്ടായിരുന്നു 2 വർഷത്തിന് അച്ഛന് ഷർട്ട്സ് ഒന്നും വാങ്ങണ്ടാന്നൊക്കെ. അങ്ങനെ എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് കഴിഞ്ഞു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നലത്തെ പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേഗം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ പ്രോഗ്രാം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരു കുഞ്ഞു പ്രോഗ്രാമാണ് വിചാരിച്ചത്. ഒരു 100-150 അത് 150 ലാസ്റ്റിലേക്ക് എത്തിയതാണ് കേട്ടോ. 100 ആ ഒരു പ്ലാനിലായിരുന്നു. പിന്നെ അങ്ങനെ എണ്ണി നമ്മൾ 150ലേക്ക് എത്തിച്ചു. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ 6 to 8 ആയിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ 6 മണിക്ക് തുടങ്ങി 10-11 മണിയോളം ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അച്ഛൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഞങ്ങളുടെ ഇവിടുത്തെ അമ്മയുടെ ഫാമിലിയും അങ്ങനെ എല്ലാ നാട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ആ ഒരു പ്രോഗ്രാം. പിന്നെ എന്താ അച്ഛൻ്റെ ബർത്ത്ഡേ കൂടി അതിൽ വന്നു. അത് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല അച്ഛൻ്റെ ബർത്ത്ഡേ കൂടി ഇതിൽ സെലിബ്രേറ്റ് ചെയ്യുക. കാരണം അച്ഛൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു റിട്ടയർമെൻറ്റും കൂടി വന്നപ്പോൾ നമ്മൾ അതിൽ മിക്സ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്കാണ് നമ്മൾ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ രവിതേച്ചി അമ്മൂച്ചൊക്കെ പോയി വാങ്ങിയത്. അതൊന്നും പ്ലാൻ ചെയ്തില്ല. അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിൽ നമ്മളൊന്നൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കേക്ക് ചേച്ചീൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നു. അങ്ങനെ നമ്മളൊരു എന്താ പറയുക എല്ലാം പെട്ടെന്ന് ചെയ്ത സംഭവങ്ങളാണ്.
അങ്ങനെ പിന്നെ എല്ലാവരും വന്നു, കുറേ സംസാരിച്ചു, കുറേ പാട്ടൊക്കെ പാടി, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അച്ഛനെ ഹാപ്പി ആക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളായിരുന്നു. ആൻഡ് തലേ ദിവസമായാലും അച്ഛൻ്റെ ഡിപ്പോന്ന് കുറേ ഫ്രണ്ട്സ് വന്നു, അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അവരും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. കാരണം അച്ഛൻ എന്ന് പറയാൻ ഭയങ്കര സോഷ്യലായിട്ട് ഭയങ്കര എന്താ പറയുക ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അച്ഛൻ്റെ കണക്ഷൻസാണ് അത്രയാണ്. നമുക്കതൊന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇത് ആരൊക്കെ വിളിക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് ചെറിയ പരിപാടി ആയതുകൊണ്ട് കുറച്ച് പേരെ വിളിക്കുക എന്നുള്ളതിലേക്ക് എത്തി. എൻ്റെ ഫ്രണ്ട്സിനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത്. കാരണം എനിക്ക് വിളിക്കുകയാണെങ്കിൽ കുറേ പേര് എനിക്കും വിളിക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ച ഐശ്വര്യയും അമ്മൂനെയാണ്, സ്വാധീനയും. അപ്പോൾ ബാക്കിയവരൊക്കെ പിന്നെ വിളിക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. സോ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ടും പിന്നെ പാട്ടും ലൈക്ക് എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലത്തെ ദിവസം. അച്ഛൻ്റെ ലൈഫ് ഇങ്ങനെ റിട്ടയർമെൻറ്റ് ലൈഫ് ആരംഭിക്കുകയാണ്. എന്നാലും എന്താ പറയുക ഭയങ്കര സന്തോഷം. മീൻസ് ഒരു നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം നമുക്ക് ആ ഇതൊന്നും ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും വലുതും കൂടിയിട്ടില്ല. പക്ഷെ ഇന്നലെയാണ് ഫസ്റ്റ് ടൈം ഞാൻ ആ ഒരു ഫീലിംഗ് അച്ഛൻ്റെത് ആണെങ്കിലും നമ്മളും അറിയുന്നത്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. സോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ വ്ളോഗിൽ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ വ്ളോഗ് എടുക്കാമെന്നുള്ളൊരു പ്ലാനിലേ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഷോർട്സ് ഞാൻ എവിടേക്കൊക്കെയോ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. പക്ഷേ വ്ളോഗ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും. അപ്പോൾ എന്തായാലും എടുത്ത് വെച്ചിട്ട് ഞാൻ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ വീട്ടിൽ നടക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് വ്ളോഗ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ബൈ. പിന്നെ കമൻസ് പറയാൻ മറക്കരുത് ഇതിൻ്റെ അടിയിൽ. കാരണം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളാണ് എനിക്ക് വേണ്ടത്. സോ എല്ലാവരും പ്രോഗ്രാമിനെ കുറിച്ചും ഞങ്ങളുടെ എല്ലാത്തിനെയും കുറിച്ചും ഒരു കമൻറ്റൊക്കെ ഇടാം. ബൈ.